കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടി കരുവാരക്കുണ്ടിലെ കർഷകർ. മലയോര മേഖലയിലെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത്. പലരും കൃഷി ഉപേക്ഷിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. മലയോര മേഖലയിൽ ആനയും പുലിയും കടുവയുമൊക്കെയാണ് കർഷകർക്ക് നാശം വിതയ്ക്കുന്നതെങ്കിൽ പുന്നക്കാട് ചമ്പൻകുന്ന് ഭാഗത്ത് കാട്ടുപന്നികളുടെ വിളയാട്ടമാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ വി ആബിദലിക്ക് 3 ലക്ഷത്തോളം രൂപയുടെ കൃഷിനാശമാണ് കാട്ടുപന്നികൾ വരുത്തിയത്. ചമ്പൻകുന്നിലെ തന്റെ ഭൂമിയിൽ നട്ട ടൺ കണക്കിന് മരച്ചീനി, ചേമ്പ്, വാഴ എന്നിവയെല്ലാം കാട്ടുപന്നികൾ നശിപ്പിച്ചു. കഴിഞ്ഞ ഭരണസമിതി കാട്ടുപന്നികളെ തുരത്താനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ഇപ്പോഴത്തെ ഭരണസമിതി കർഷകർക്ക് അനുകൂലമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും വി ആബിദലി പറഞ്ഞു. ഭരണസമിതിയെ പോലെ ആകാൻ പാടില്ല നമ്മളെ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി. ഇവിടെ എത്രയും പെട്ടെന്ന് ഈ മേഖലയിലെ പന്നിശല്യം തീർന്നതിന് അവരെ വെടിവെച്ചാനുള്ള ഒരു ഓർഡർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും നൽകണം. എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല, പക്ഷേ ഞാൻ തന്നെ പണിയെടുക്കുന്നതാണ്. ഞാൻ രാവിലെ 3 മണിക്കൂറോളമാണ് ഞാൻ ഈ 1.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. എൻ്റെ അധ്വാനമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ സാധാരണക്കാരനായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ കൂലിക്കെടുത്തിട്ടും കൂലിക്കല്ലാതെയൊക്കെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഇതുപോലെ നഷ്ടങ്ങൾ എത്രയാണ്? ഈ നഷ്ടങ്ങളൊക്കെ കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് സർക്കാരും ഒക്കെ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പന്നിശല്യം നഷ്ടപ്പെടുവാണ്. ഞാൻ കൃഷിഭവൻ സന്ദർശിച്ചപ്പോൾ കൃഷിഭവൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ എന്നോട് എന്താണ് അറിയോ, ഇത് അപേക്ഷൻ്റെ പൈസയും കൂടി നിങ്ങൾക്ക് കിട്ടൂല, അതുകൊണ്ട് തന്നിട്ട് കാര്യമല്ല. കാട്ടുപന്നികൾ നശിപ്പിച്ച വിളകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.